ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെഡ്ജർ എന്താണെന്നും ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്താണെന്നും ലെഡ്ജറിൻ്റെ കോളംസ് എന്താണെന്നും അതിലെങ്ങനെയാണ് ഒരു എൻട്രി പോസ്റ്റ് ചെയ്യാന്നുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ്, ലെഡ്ജറിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവസാനം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ പകുതി വഴിയിൽ നിർത്തി. അതായത് ജേണൽ എൻട്രി എഴുതുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ജേണൽ എൻട്രി അല്ല, ലെഡ്ജർ എഴുതുന്നതിന് തൊട്ട് മുൻപായിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്ലൈഡിൽ 2 അക്കൗണ്ട് വരച്ച്, ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ മുത്തൂസ് അക്കൗണ്ടും സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും, എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് ബോർഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ബോർഡ് ചെറിയ ബോർഡാണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 അക്കൗണ്ടാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജേണൽ എൻട്രിയിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഐറ്റംസിന് എന്ത് വേണം, അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുത്തൂസ് അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുത്തു പൈസ തരാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊക്കെ അറിയണം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് മാത്രം വരച്ച്, എങ്ങനെ പറഞ്ഞാൽ മാത്രം പ്രിപ്പയർ ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജേണലൈസ് ചെയ്യുന്ന സമയത്ത് വന്ന എല്ലാ എൻട്രീസും നമ്മളിവിടെ എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ ഐറ്റത്തിനും എന്താണ് അക്കൗണ്ട് വരയ്ക്കണം. ഞാനിപ്പോൾ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വേണം അടുത്ത കുറച്ച് ഐറ്റംസ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ സ്ലൈഡിലുണ്ടായിരിക്കും, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസസ് ആണ്. ഓപ്പണിംഗ് എൻട്രി എഴുതിയിട്ട് വേണം ജേണൽ എൻട്രിയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓപ്പണിംഗ് എൻട്രി എഴുതുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജേണലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഓപ്പണിംഗ് എൻട്രിയിൽ അസറ്റ്സ് എല്ലാം തന്നെ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി എല്ലാം തന്നെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ ബാലൻസ് ആണ് എന്തായിട്ട് വരുന്നത്, ക്യാപിറ്റലായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാലൻസിങ് ഫിഗർ കണ്ടു. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലെഡ്ജർ വരയ്ക്കുന്ന സമയത്ത് ഓപ്പണിംഗ് എൻട്രിയിലുള്ള ഐറ്റംസൊക്കെ, അതായത് ഓപ്പണിംഗ് എൻട്രിയിലുള്ള എല്ലാ അസറ്റ്സിനും അത് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഇപ്പോൾ ഓപ്പണിംഗ് എൻട്രിയിലെ എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് വരും. അതുപോലെ തന്നെ ഓപ്പണിംഗ് എൻട്രിയിലുള്ള എല്ലാ ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും എന്ത് തന്നെ വരും, ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പോൾ ഓപ്പണിംഗ് ജേണൽ എൻട്രി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അത് വായിക്കാം. ഓപ്പണിംഗ് ജേണൽ എൻട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, മുത്തൂസ് അക്കൗണ്ട് ഡെറ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആയിട്ടാണ്. ടു രാജൻസ് അക്കൗണ്ട്, രാജൻ ക്രെഡിറ്ററാണ്. ടു രാജൻസ് അക്കൗണ്ട്, ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതാണുള്ളത്. അപ്പോൾ ഡെബിറ്റിൽ ക്യാഷ്, ബാങ്ക്, മുത്തു, ഫർണിച്ചർ, സ്റ്റോക്ക് 5 ഐറ്റം ഉണ്ട്. അപ്പോൾ ഈ 5 ഐറ്റത്തിലും ആദ്യം ഡെബിറ്റ് ബാലൻസ് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാനിവിടെ ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് 16,000 രൂപയാണ്. അപ്പോൾ 2019 ഇവിടെ ഡേറ്റ് എഴുതി, 2019 ഡേറ്റ് എഴുതി. ഡേറ്റ് ഏപ്രിൽ 1-ാം തീയതിയാണ്, April 1 അല്ലേ. ബാലൻസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ B/D. ഓപ്പണിംഗ് ബാലൻസ് എഴുതാനാണ് 16,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. 16,000 എഴുതി. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഐറ്റം ബാങ്കാണ്. ബാങ്കിൽ ഇതുപോലെ തന്നെ 15,000 ആണ്. അവിടെയും 2019 April 1-ാം തീയതി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് എന്ന് പറയുന്നത് 15,000 ആണ്. അവിടെയും നമ്മൾ 15,000 എഴുതി. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് കോളമാണ്, ഇത് പർട്ടിക്കുലേഴ്സ് കോളമാണ്, ഇത് ജേണൽ ഫോളിയോ JF ആണ്,
ഇത് എമൗണ്ട്, വീണ്ടും ഇവിടെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF കോളം, ദെൻ ഇവിടെ എമൗണ്ട്. എല്ലാത്തിലും സ്ഥലമില്ലാത്ത കാരണം ഞാൻ എഴുതണില്ല. അപ്പോൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് എൻട്രി ഇവിടെ എഴുതി, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. അടുത്ത മുത്തൂസ് അക്കൗണ്ടാണ്. മുത്തുവിന് 8000 ആണ്. മുത്തുവിൻ്റെ അക്കൗണ്ടിലും എന്താണ്, April 1 ഇവിടെ 2 ബാലൻസ് എന്ന് പറഞ്ഞ് 8000 റുപ്പീസാണ്. 8000. മുത്തു കഴിഞ്ഞ അടുത്ത് ഫർണിച്ചറാണ്. ഫർണിച്ചറിലും ഇതുപോലെ തന്നെ 2019 April 1 എന്ന് പറഞ്ഞ് ഇവിടെ 2 ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് എത്രയാണ്? മുത്തുവിൻ്റെ എമൗണ്ട് എത്രയാണ്? ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 10000. അപ്പോൾ ഇവിടെ 10,000. അത് കഴിഞ്ഞാൽ അടുത്ത് സ്റ്റോക്ക് അക്കൗണ്ടാണ്. സ്റ്റോക്ക് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ 2019 April 1 2 ബാലൻസ് ബ്രോഡ് ഡൗൺ. സ്റ്റോക്ക് 24,000. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത്, അപ്പോൾ ഡെബിറ്റ് എല്ലാ ഐറ്റത്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ജേണൽ എൻട്രിയിലുള്ള എല്ലാ ഐറ്റവും പോസ്റ്റ് ചെയ്തു. ഓപ്പണിംഗ് ജേണൽ എൻട്രിയിലുള്ള ഐറ്റംസ് ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം അസറ്റ് സൈഡിലുള്ള ഐറ്റമാണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്, അതും കുട്ടികൾ ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ഓപ്പണിംഗ് എൻട്രിയിൽ തന്നെ ക്രെഡിറ്റ് സൈഡിലുള്ള രാജൻസ് അക്കൗണ്ടാണ്. അവിടെ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പോൾ ഇവിടെ 2019 April 1 എന്ന് പറഞ്ഞ് ഇവിടെ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ബ്രോഡ് ഡൗൺ തന്നെയാണ് അവിടെയും വരിക. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 9000. 9000. ഇനി ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എവിടെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? അവിടെ 2019 April 1 ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? 64,000. 64,000. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞത് ഓപ്പണിംഗ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, ഓപ്പണിംഗ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റവും, എല്ലാ അസറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, പൈസ കിട്ടാനുള്ളത്, തരാനുള്ള ഡെപ്റ്ററാണ് മുത്തു, അതുകൊണ്ട് മുത്തുവിൻ്റെ ബാലൻസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഫർണിച്ചർ അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. രണ്ടായിട്ടാണ് ലയബിലിറ്റി സൈഡിലുള്ളത്. ഒന്ന് രാജൻ ക്രെഡിറ്ററാണ്, പൈസ നമ്മൾ കൊടുക്കാനുള്ള ആളാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ രാജനും അതുപോലെ തന്നെ ക്യാപിറ്റലും രണ്ടായിട്ടാണ് ലയബിലിറ്റി സൈഡിലുള്ളത്. അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞ 5-ാം തീയതി, April 5-ാം തീയതി റിസീവ്ഡ് ഫ്രം മുത്തു എന്ന് പറഞ്ഞ ജേണൽ എൻട്രിയാണ്. ഞാനിനി പ്രോബ്ലം വായിക്കേണ്ട, ജേണൽ എൻട്രി വായിച്ചാൽ മതിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ജേണലൈസ് ചെയ്തിട്ടുള്ളതാണ്. ജേണൽ എൻട്രി വായിക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മുത്തു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ഡെബിറ്റ് അക്കൗണ്ട് എടുക്കണം അല്ലേ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മുത്തു എന്ന് പറയുമ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് എടുക്കണം. അവിടെ എന്ത് ചെയ്യണം? ടു മുത്തു അല്ലേ. അപ്പോൾ ഡേറ്റ് നോക്കണം, 5-ാം തീയതിയാണ്. നമ്മളിവിടെ 5-ാം തീയതി ഡേറ്റ് ഇട്ടു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു മുത്തു. എമൗണ്ട് എന്ന് പറയുന്നത് 3,000 ആണ്. അതിൻ്റെ അർത്ഥം മുത്തു എത്ര തന്നു? ക്യാഷ് അക്കൗണ്ട് അറ്ററ്റ് മുത്തു എന്ന് പറയുമ്പോൾ മുത്തുവിൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ കിട്ടി അല്ലേ. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്ററ്റ് മുത്തുവിൽ ക്യാഷ് ആദ്യം എടുത്തു അല്ലേ. അവിടെ 2 മുത്തു. ഇനി മുത്തുവിൻ്റെ അക്കൗണ്ടിൽ എന്താണ്? ബൈ ക്യാഷ്. അപ്പോൾ ഇവിടെ ഡേറ്റ് എഴുതുക 5-ാം തീയതിയാണ്. അവിടെ എന്ത് എഴുതുക? ബൈ ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 3,000.
മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. 5-ാം തീയതിയിലത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു മുത്തു ആണ്. അതായത് മുത്തുവിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു. അപ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിൽ ടു മുത്തു 5-ാം തീയതി ഡേറ്റ് എഴുതുക. ടു മുത്തു 3000 രൂപ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് വരാനുള്ള കാരണം ക്യാഷ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? മുത്തുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ മുത്തൂസ് അക്കൗണ്ടിൽ എന്ത് പറയുന്നു? ബൈ ക്യാഷ് 3000 രൂപ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത 8-ാം തീയതിയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. ക്യാഷ് സെയിൽസ് നടന്നതാണ്, പൈസ കിട്ടി. ക്യാഷ് സെയിൽസ് നടന്ന് നമുക്ക് പൈസ കിട്ടി. എമൗണ്ട് 5000 രൂപയാണ്. ഡേറ്റ് 8-ാം തീയതിയാണ്. അപ്പോൾ ജേണൽ എൻട്രി കുട്ടികൾ ഒന്നുകൂടി വായിക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഐറ്റമായിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് എടുക്കുക. അവിടെ ടു സെയിൽസ് 8-ാം തീയതി ഡേറ്റ് എഴുതുക. ഇവിടെ ടു സെയിൽസ് എമൗണ്ട് 5000. ഇനി സെയിൽസ് അക്കൗണ്ട് എടുക്കുക. സെയിൽസ് അക്കൗണ്ടിൽ എന്താണ്? ബൈ ക്യാഷ് ഇവിടെയുണ്ട്. ഇവിടെ ഞാൻ 8-ാം തീയതി, ഇതാണ് സെയിൽസ് അക്കൗണ്ട്, 8-ാം തീയതി ഡേറ്റ് ഇട്ടു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ബൈ ക്യാഷ് സെയിൽസ് ആണ്, ക്യാഷ് കിട്ടി. എമൗണ്ട് എത്രയാണ്? 5000. അടുത്തത് 8-ാം തീയതിയിലത്തെ ജേണൽ എൻട്രി കഴിഞ്ഞാൽ അടുത്ത് 12-ാം തീയതിയാണ് രാജൻസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. അപ്പോൾ ആദ്യം രാജൻ്റെ അക്കൗണ്ട് എടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണല്ലോ, രാജൻസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആയിട്ടാണ് ആദ്യം എടുക്കേണ്ടത്, ഡെബിറ്റാണ് ആദ്യം എടുക്കേണ്ടത്. രാജൻസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? ടു ക്യാഷ്. ഡേറ്റ് എഴുതുക 12-ാം തീയതി. 12-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുക? ടു ക്യാഷ്. എമൗണ്ട് വരുന്നത് 4000. ഇനി എന്ത് ചെയ്യുക? രാജൻ്റെ അക്കൗണ്ട് ആദ്യം എടുത്തു നമ്മൾ. അവിടെ ടു ക്യാഷ് കൊടുത്തു കഴിഞ്ഞു അല്ലേ? ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് എടുക്കുക. അവിടെ എന്ത് ചെയ്യുക? ബൈ രാജൻ. ക്യാഷ് അക്കൗണ്ടിൽ 12-ാം തീയതിയാണ് നമ്മളിവിടെ ബൈ രാജൻ. എമൗണ്ട് 4000. രാജന് 4000 രൂപ നമ്മൾ കൊടുത്തു. പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ അടുത്ത് 15-ാം തീയതിയാണ്. 15-ാം തീയതിയിലത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ അവിടെ 2 ഐറ്റം, ഒന്ന് പർച്ചേസസും ഒന്ന് ക്യാഷാണ്. അപ്പോൾ ആദ്യം പർച്ചേസസ് എടുക്കുക. അവിടെ ടു ക്യാഷ് 15-ാം തീയതിയാണ്. ഇതാണ് പർച്ചേസസ് അക്കൗണ്ട്. നമ്മളിവിടെ 15-ാം തീയതി ഡേറ്റ് എഴുതി. ടു ക്യാഷ്. എമൗണ്ട് എന്ന് പറയുന്നത് 6000. എമൗണ്ട് 6000. അടുത്തത് ക്യാഷ് അക്കൗണ്ട് എടുത്തു. ക്യാഷ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് ക്യാഷ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബൈ പർച്ചേസ്. 15-ാം തീയതിയാണ് ബൈ പർച്ചേസ് 6000. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എന്താണ്? ജേണൽ എൻട്രി 15-ാം തീയതിയിലത്തെ പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്. ആദ്യത്തെ ഐറ്റം നമ്മൾ എടുത്തു എന്താണ്? പർച്ചേസസ് എടുത്തു. അതിൽ ടു ക്യാഷ് ഡെബിറ്റ് സൈഡ് ആയതുകൊണ്ട് 2. ഇതാണ് നമ്മുടെ ബെസ്റ്റ് എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. 2 എഴുതുക. അപ്പോൾ 2 ക്യാഷ് ഡെബിറ്റ് സൈഡിലാണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. ഇവിടെ ബൈ പർച്ചേസ് 6000. അത് കഴിഞ്ഞാൽ അടുത്തത് 17-ാം തീയതിയാണ്. 17-ാം തീയതിയിലത്തെ ജേണൽ എൻട്രി ജീവൻസ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം ജീവൻ അക്കൗണ്ട് എടുക്കുക. നമ്മളിവിടെ ജീവൻ അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക? ജീവൻസ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് 17-ാം തീയതിയാണ്. ഇപ്പോൾ ജീവൻ്റെ അക്കൗണ്ടിൽ 17th ഡേറ്റ് കൊടുത്തു. ടു സെയിൽസ്. എമൗണ്ട് എന്ന് പറയുന്നത് 5000 ആണ്. 5000 ഇവിടെ എഴുതി. 5000 എഴുതി. അടുത്ത സെയിൽസ് അക്കൗണ്ട് എടുക്കുക. സെയിൽസ് അക്കൗണ്ടിൽ എന്താണ്? ബൈ ജീവൻ. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ജീവൻ 17-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ ബൈ
ജീവൻ. എമൗണ്ട് എത്രയാണ്? 5000. 5000. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് 19-ാം തീയതിയാണ്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് അറ്റർ ടു ജീവൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഉണ്ട്, ഇവിടെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ആ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എടുക്കുക, അവിടെ ടു ജീവൻ. ആദ്യം ഡേറ്റ് എഴുതുക, 19-ാം തീയതിയാണ്. 2 സൈഡ് 2 ഇട്ടുക, അവിടെ എന്ത് ചെയ്യുക? ടു ജീവൻസ് അക്കൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റർ ടു ജീവൻ 500. ഇനി ജീവൻ്റെ അക്കൗണ്ട് എടുക്കുക. ജീവൻ്റെ അക്കൗണ്ടിൽ എന്ത് വേണം? ഇവിടെ പറഞ്ഞിട്ടുള്ള ജേണൽ എൻട്രി വായിച്ചു നോക്കുക കുട്ടികൾ. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് അറ്റർ ടു ജീവൻ. അപ്പോൾ സെയിൽസ് റിട്ടേണിൽ നമ്മൾ ടു ജീവൻ എഴുതി. ഇനി ജീവൻ്റെ അക്കൗണ്ടിൽ എന്ത് പറയണം? ബൈ സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഡേറ്റ് ഇവിടെ എഴുതുക, 19-ാം തീയതിയാണ്. ജീവൻ്റെ അക്കൗണ്ടിൽ ബൈ, ഞാൻ എസ് റിട്ടേൺ എന്ന് എഴുതുന്നുണ്ട്, സ്ഥലമില്ലാത്ത കാരണം അല്ലേ. ബൈ സെയിൽസ് റിട്ടേൺ എത്രയാണ്? 500 rupees, 500 രൂപ. അതെഴുതി. അടുത്തത് പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു മാനോൺ. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു മാനോൺ. അപ്പോൾ ആദ്യം പർച്ചേസസ് അക്കൗണ്ട് എടുക്കുക. പർച്ചേസസ് അക്കൗണ്ട് എവിടെയാണ്? ഇവിടെയാണ് പർച്ചേസ് അക്കൗണ്ട് അല്ലേ. അവിടെ ടു മാനോൺ. ടു മാനോൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് നോക്കുക, ഡേറ്റ് എടുക്കുക. ഡേറ്റ് എത്രയാണ്? 20-ാം തീയതിയാണ്. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് 20-ാം തീയതിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ടു മാനോൺസ് അക്കൗണ്ട്. എത്രയാണ് ടു മാനോൺ? ടു മാനോൺസ് അക്കൗണ്ട് 10,000. ഇനി മാനോൻ്റെ അക്കൗണ്ട്. മാനോൻ്റെ അക്കൗണ്ട് നമ്മളിവിടെ എഴുതിയിട്ടില്ല, ഞാനിവിടെ എഴുതുകയാണ്. മാനോൻ അക്കൗണ്ട്. മാനോൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? മാനോൻ അക്കൗണ്ടിൽ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു മാനോൺ ആണ്. മാനോൺസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 20th ബൈ പർച്ചേസ്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ എമൗണ്ട് എത്രയാണ്? 10,000. 10,000. അടുത്തത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു റാവു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ എന്ത് വേണം? ടു റാവു. ഫർണിച്ചർ എന്ന് പറയുന്നത് 22-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് എഴുതുക, 22-ാം തീയതി ഡേറ്റ് എഴുതുക. അതിൽ ടു റാവു. റാവുവിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങി എന്നുള്ളതാണ് 12,000 രൂപ. 12,000. റാവുവിൻ്റെ അക്കൗണ്ട് ഞാനിവിടെ വരച്ചിട്ടില്ല. റാവുവിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ അവിടെ സ്പേസ് ഇല്ല, ഞാൻ സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്യാം. റാവുവിൻ്റെ അക്കൗണ്ടിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? ബൈ ഫർണിച്ചർ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ആ പ്രത്യേക ടോപ്പിക്ക് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ മനസ്സിലാക്കുക എന്താണ് ജേണൽ എൻട്രി? ഇതാണ്. ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു റാവു ആണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ആദ്യം എടുക്കുക, അവിടെ ടു റാവു എന്ന് പറഞ്ഞ് 12,000 കൊടുക്കുക. റാവുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞ് 12,000 എഴുതുക. ബൈ ഫർണിച്ചർ 12,000. ഇനി 23-ാം തീയതി മാനോൺസ് അക്കൗണ്ട് അറ്റർ ടു എന്താണ്? പർച്ചേസ് റിട്ടേൺ. അതായത് ഗുഡ്സ് റിട്ടേൺ ചെയ്തു മാനോന്. അപ്പോൾ അവിടെ ജേണൽ എൻട്രി വന്നതാണ് മാനോൺസ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ആദ്യം മാനോൺസ് അക്കൗണ്ട് എടുക്കുക, അവിടെ എന്ത് ചെയ്യുക? ടു പർച്ചേസ് റിട്ടേൺ 23. മാനോൺസ് അക്കൗണ്ടിൽ 23 ഡേറ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടു പി റിട്ടേൺ. ഞാനിവിടെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ടു പി റിട്ടേൺ എന്ന് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 800 കൊടുക്കുക. 800. ഞാനിവിടെ റാവു പോലെ തന്നെ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടും വരയ്ക്കുന്നില്ല. അപ്പോൾ മാനോൻ്റെ അക്കൗണ്ടിൽ ടു പർച്ചേസ് റിട്ടേണും പർച്ചേസ് റിട്ടേണിൻ്റെ അക്കൗണ്ടിൽ എന്താണ്? ബൈ മാനോൻ ആണ് വേണ്ടത്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ബൈ മാനോൻ 800. അത് എഴുതി കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ടു പർച്ചേസ് എന്നാണ്. നമ്മളിവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് വരച്ചിട്ടില്ല, അത് അടുത്ത ഘട്ടത്തിൽ വരയ്ക്കാം.
അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഡ്രോയിങ്സ് അക്കൗണ്ടാണ് ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് പറ്റിയില്ല. ഡ്രോയിങ്സ് അക്കൗണ്ടിൽ ടു ക്യാഷും വേണം, ടു പർച്ചേസസും വേണം. നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് വരും, ബൈ ഡ്രോയിങ്സ് എന്നാണ് ഡേറ്റ് എന്നാണ് 25th ആണ്. പക്ഷേ ഇവിടെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു കമ്പൈൻഡ് ജേണൽ എൻട്രിയാണ്. അതായത് ഒരു ഡെബിറ്റും 2 ക്രെഡിറ്റാണ് അല്ലേ. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ടു പർച്ചേസ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് വരും, ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ക്യാഷിൻ്റെ എമൗണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ഡ്രോയിങ്സിൻ്റെ ഫുൾ എമൗണ്ട് അവിടെ എഴുതാൻ പാടില്ല. ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് 4000 മാത്രമേ അവിടെ എഴുതാൻ പാടുള്ളൂ. ബൈ ഡ്രോയിങ്സ് 4000. ഇനി എന്ത് ചെയ്യുക, ടു പർച്ചേസസ് ഒരു ക്രെഡിറ്റ്, 2 ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. പർച്ചേസസ് അക്കൗണ്ടിൽ എന്ത് വരണം, അവിടെയും നമ്മൾ എന്തെഴുതണം, പർച്ചേസ് അക്കൗണ്ട് എവിടെയാണ്, പർച്ചേസ് അക്കൗണ്ട് ഇവിടെ. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ടിൽ 25-ാം തീയതി ബൈ ഡ്രോയിങ്സ്, പർച്ചേസ് അക്കൗണ്ടിൽ 25-ാം തീയതി ബൈ ഡ്രോയിങ്സ് എത്ര രൂപയാണ്, 2000. അപ്പോൾ കമ്പൈൻഡ് ജേണൽ എൻട്രി എഴുതുന്നത് ശ്രദ്ധിക്കുക. പോസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ 2 ഡെബിറ്റാണ് വേണ്ടത്, നമുക്കിവിടെ ഇല്ല. ഡ്രോയിങ്സ് അക്കൗണ്ട് അടുത്ത ഘട്ടത്തിൽ വരയ്ക്കാം. ഇനി എന്ത് ചെയ്യുക, 2 ക്രെഡിറ്റ് ഐറ്റംസ് ആണുള്ളത്. ആ ക്രെഡിറ്റ് ഐറ്റത്തിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും, ആദ്യം ക്യാഷ് അക്കൗണ്ട് എടുക്കുക, അവിടെ ബൈ ഡ്രോയിങ്സ് തന്നെ ക്യാഷിൻ്റെ എമൗണ്ട് മാത്രം എഴുതുക. രണ്ടാമത് പർച്ചേസ് അക്കൗണ്ട് എടുക്കുക, അവിടെ എന്താണ് ആ എമൗണ്ട് തന്നെ എടുക്കുക. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യുക, സ്റ്റോക്കിൻ്റെ എമൗണ്ട് തന്നെ എഴുതുക. അടുത്തത് 26-ാം തീയതിയിലത്തെ ജേണൽ എൻട്രി, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4250, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 250 ടു ജീവൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ 3 ഐറ്റം ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്, ഡെബിറ്റായിട്ട് 2 ഡെബിറ്റും 1 ക്രെഡിറ്റാണുള്ളത്. അതിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ടു ജീവൻ എന്ന് പറയാം. ക്യാഷ് അക്കൗണ്ട് ഡേറ്റ് എന്നാണ് 26-ാം തീയതിയാണ്. 26-ാം തീയതി ടു ജീവൻ എന്ന് പറഞ്ഞിട്ട് ജീവന് കൊടുക്കാനുള്ള എമൗണ്ട് എഴുതാൻ പാടില്ല. ക്യാഷ് കൊടുത്തിട്ടുള്ള എമൗണ്ട് മാത്രമേ ക്യാഷിൽ വരാൻ പാടുള്ളൂ. ടു ജീവൻ എന്ന് പറഞ്ഞ് 4250. ഇനി എന്ത് ചെയ്യുക, ജീവൻ്റെ അക്കൗണ്ട് എടുക്കുക. ജീവൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ബൈ ക്യാഷ് ബൈ ഡിസ്കൗണ്ട് അലൗഡ് അല്ലേ. ജീവൻ്റെ അക്കൗണ്ട് എവിടെയാണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ ക്യാഷ് 4250, ബൈ ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്, 250 എന്നല്ലേ, അത് ഡിസ്കൗണ്ട് അലൗഡ് 250 അത്ര എഴുതി വയ്ക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ജീവൻ അക്കൗണ്ട്, 3 ആസ്പെക്റ്റ് ഇതിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 ക്യാഷും ഡിസ്കൗണ്ട് അലൗഡും ഡെബിറ്റ് ആസ്പെക്റ്റും, ജീവൻ എന്ന് പറയുന്ന ക്രെഡിറ്റ് ആസ്പെക്റ്റുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് എടുക്കുക, ക്യാഷിലെ ടു ജീവൻ എന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്ത എമൗണ്ട് മാത്രം അവിടെ ഡെബിറ്റ് ചെയ്യുക. രണ്ടാമത് ഡിസ്കൗണ്ട് അലൗഡ് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യണം, ടു ജീവൻ എന്ന് പറഞ്ഞ് 250 എവിടെ എഴുതണം, ഡിസ്കൗണ്ട് അലൗഡിൽ എഴുതണം. പക്ഷേ നമ്മൾ ആ അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടില്ല. അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ വരയ്ക്കാം. പിന്നെ എന്ത് ചെയ്യുക, 3ാമത്തെ ആസ്പെക്റ്റ് ആയിട്ടുള്ള ജീവൻ അക്കൗണ്ട് എടുക്കുക. ജീവൻ അക്കൗണ്ടിൽ 2 ഐറ്റം, ഒന്ന് ക്യാഷ് കിട്ടിയത് 4250 രൂപയും ഡിസ്കൗണ്ട് അലൗഡ് 250 രൂപയും കൂടി ജീവൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി 29-ാം തീയതിയിലത്തെ അക്കൗണ്ടാണ്. അതും ഇതുപോലെ തന്നെ എന്താണ്, കമ്പൈൻഡ് ജേണൽ എൻട്രി ആണ്. അവിടെ മാനോൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 9000 ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 200. അതായത് മാനോന് കൊടുക്കാനുള്ളത് 9200 രൂപയാണ് നമ്മൾ ജേണൽ എൻട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 9000 രൂപ ബാങ്കായിട്ടും ചെക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്നാണ് വരിക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ട് 200 റുപ്പീസാണ് വരിക. അപ്പോൾ മാനോൺസ് അക്കൗണ്ട് എടുക്കുക. മാനോൻ അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. അവിടെ എന്ത് ചെയ്യുക, ടു ബാങ്ക്, ഡേറ്റ് 29th ആണ്. അവിടെ എന്ത് ചെയ്യുക, ടു ബാങ്ക് 9000. വീണ്ടും എന്താണ്, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെയിം ഡേറ്റ് തന്നെ, ഡിസ്കൗണ്ട്
ഞാൻ എങ്ങനെ എഴുതുന്നുള്ളൂ? ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 200. ഇനി എന്ത് ചെയ്യാം? അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത്, ഇപ്പോൾ നമ്മൾ മാനോൻ്റെ അക്കൗണ്ടിൽ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി മാനോൻ്റെ അക്കൗണ്ട് കഴിഞ്ഞാൽ മാനോൺസ് അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്കും ഡിസ്കൗണ്ട് റിസീവ്ഡും ആണ്. അതിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മുടെ അടുത്തില്ല, പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വേണം? ബൈ മാനോൻ. ബാങ്ക് അക്കൗണ്ടിൽ 29-ാം തീയതി ബൈ മാനോൻ എന്ന് പറഞ്ഞ് മാനോന് ബാങ്ക് ചെക്ക് കൊടുത്ത എമൗണ്ട് മാത്രം 9,000 മാത്രം എഴുതാം. അടുത്തത് സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ അതിൽ സാലറീസ് അക്കൗണ്ട് നമ്മളിവിടെ വരച്ചിട്ടില്ല. അപ്പോൾ സാലറീസ് അക്കൗണ്ടിൽ ടു ക്യാഷാണ് എഴുതേണ്ടത്, അത് നമ്മൾ വരച്ചിട്ടില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കാം. ക്യാഷ് അക്കൗണ്ട് എടുക്കുക, അവിടെ ബൈ സാലറീസ് 30-ാം തീയതി ബൈ സാലറീസ് എത്രയാണ്? 3,000. ഇതോടുകൂടി നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് അക്കൗണ്ടുകൾ വരച്ചിട്ടില്ല. എന്താണ്? സാലറി അക്കൗണ്ട് വരച്ചിട്ടില്ല, ഡിസ്കൗണ്ട് അലൗഡ് വരച്ചിട്ടില്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് വരച്ചിട്ടില്ല, ഡ്രോയിങ്സ് അക്കൗണ്ട് വരച്ചിട്ടില്ല. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. എന്തായാലും ഇനി എല്ലാ ഐറ്റംസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ബാലൻസിങ്ങിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു, പക്ഷേ എങ്കിലും കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ എല്ലാ ഇതും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് കൂടുതലുള്ള സൈഡെന്ന് നോക്കുക. ഇതും ഡെബിറ്റ് സൈഡും കാൽക്കുലേറ്റ് ചെയ്യുക, കൂട്ടുക, ക്രെഡിറ്റ് സൈഡും കൂട്ടുക. എന്നിട്ട് എവിടെയാണ് കൂടുതലുള്ള സൈഡെന്ന് നോക്കുക. കൂടുതലുള്ള എമൗണ്ട് അവിടെ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടെയാണ് ഡെബിറ്റാണ് കൂടുതൽ, അപ്പോൾ 28,250 അതെഴുതി ഡബിൾ ലൈൻ ചെയ്തു. അതന്നെ ഞാൻ ഇപ്പുറത്തേക്ക് എഴുതി 28,250. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ 6 4 10, 14 3 17, 17,000 രൂപയാണുള്ളത്. ഇവിടെ ഉള്ളത് 28,250 രൂപയാണ് അല്ലേ? അപ്പോൾ 10,750 ഡിഫറൻസ് വരുന്നത്. കുട്ടികൾ കാൽക്കുലേഷൻ ഒന്ന് നോക്കുക കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ഇത് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ ആകുമ്പോൾ 30-ാം തീയതി തന്നെയാണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നിട്ട് ഈ ബാലൻസിൻ്റെ അവിടെ എഴുതുന്നത് ബൈ ബാലൻസ് എന്താണ്? ക്യാരി ഡൗൺ C/D. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ക്യാഷാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്യാഷാണ് നമ്മൾ എവിടേക്ക് കൊടുക്കേണ്ടത്? ഈ ക്യാഷാണ് ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. ഒരു ചെറിയ സെക്കൻഡ് ആയിട്ട് നമ്മളൊരു ഐറ്റം വിട്ടുപോയിട്ടുണ്ട്. കേരേജ് എന്ന് പറയുന്നൊരു ജേർണൽ എൻട്രി വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. കേരേജ് എന്ന് പറയുന്നത് 20-ാം തീയതിയുള്ളൊരു ജേർണൽ എൻട്രിയാണ്. കേരേജ് ഞാൻ വിട്ടുപോയതാണ്. കേരേജ് അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ്, ഞാൻ ഇതിലെ വ്യത്യാസം വന്നപ്പോൾ നോക്കിയതാണ്. കേരേജ് അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ കേരേജിൽ ടു ക്യാഷാണ് വരേണ്ടത്. കേരേജ് നമ്മൾ വരച്ചിട്ടില്ല, അതുകൊണ്ടാണ് വിട്ടുപോയത്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ കേരേജ് അത് 20-ാം തീയതിയാണ്. അപ്പോൾ ഏറെക്കുറെ ഇവിടെ ആയിട്ടാണ് വരും. ഞാനിവിടെ നിന്ന് മാച്ച് എഴുതുന്നുണ്ട്. ബൈ പർച്ചേസ് തന്നെ, പർച്ചേസ് 20-ാം തീയതി ബൈ കേരേജ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്. നമുക്ക് വണ്ടിയിലൊക്കെ ഗുഡ്സ്, മറ്റേ ഉന്തുവണ്ടിയിലൊക്കെ ഗുഡ്സ് കൊണ്ടുവരുന്നതിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് കേരേജ് എന്നൊക്കെ പറയുന്നത്. ദെൻ കേരേജിൻ്റെ എമൗണ്ട് എത്രയാണ്? 500 രൂപയാണ് എമൗണ്ട്. ആ ഡിഫറൻസ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് വരാം. ബാലൻസ് ക്യാരി, ഇപ്പോൾ ഇവിടുത്തെ ബാലൻസിന് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞു. അതായത് ഏപ്രിൽ മാസം ക്ലോസ് ചെയ്യുമ്പോൾ 10,750 രൂപ നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് അല്ലേ? ഏപ്രിൽ കഴിഞ്ഞ അടുത്ത മാസം എന്നാണ്? മെയ് ആണ്. മെയ് 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡേറ്റ് എഴുതുക. അടുത്ത മാസം മെയ് 1 അല്ലേ? അവിടെ എന്ത് ചെയ്യണം? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. അടുത്ത മാസം ഓപ്പണിംഗ് ബാലൻസ് ആണിത് പറയുന്നത്. ഏത് ബാലൻസ്? ഈ ബാലൻസ്.
ഏപ്രിലെ ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് ഡേ ആണോ? ഏപ്രിൽ 30 കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ 10,750 നെക്സ്റ്റ് ഡേ ഓപ്പണിംഗ് ബാലൻസ് വന്നു 10,750. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെയും അടുത്ത കേസ് ഇവിടെയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്കും നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡും ഈക്വലായിട്ട് വരച്ചു. എവിടെയാണ് കൂടുതൽ? ബാങ്കിൻ്റെ എവിടെയാണ് കൂടുതൽ? എവിടെയാണ് ബാങ്കിൻ്റെ എമൗണ്ട് കൂടുതൽ? ഇവിടെയാണ് അല്ലേ, 15,000. അപ്പോൾ കൂട്ടി നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം എന്താണ് സമയം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എന്താണ് ഒരേ എമൗണ്ടേ ഉള്ളൂ. കൂട്ടി നോക്കി. ഇനി അപ്പോൾ അവിടെ 9ഉം 6,000 രൂപ. 6,000 രൂപ ഇവിടെ ബാലൻസ്. അതായത് ഈ എമൗണ്ട് കൂട്ടി ഇതിൽ നിന്ന് കുറച്ചു. ഈ എമൗണ്ട് കൂട്ടി എന്ന് പറയുമ്പോൾ ഒരേ എമൗണ്ടേ ഉള്ളൂ, 9,000 രൂപ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ടോട്ടലിൽ നിന്ന് കുറച്ചപ്പോൾ 6,000 രൂപയാണ് ബാലൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 30 ഇവിടെ എന്താണ്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് ബാലൻസ് ഒക്കെ C/D ആണ് വരിക. ഇതും ബാങ്കും അതുപോലെ തന്നെ എന്താണ്, മെയ് 1 എന്താണ്, ടു ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആകുമ്പോൾ ബ്രോഡ് ഡൗൺ. എത്രയാണ് എമൗണ്ട് വരിക? ക്ലോസിംഗ് ബാലൻസ് അടുത്ത ദിവസം 1 ഓപ്പണിങ്ങിൽ 6,000 ഓപ്പണിംഗ് ബാലൻസായി. അടുത്തത് സ്റ്റോക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റോക്കിലൊരു ഐറ്റം ഉള്ളൂ എങ്കിലും നമുക്ക് ബാലൻസിങ് പഠിക്കണ്ടേ. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. രണ്ട് സൈഡും കൂട്ടി നോക്കി. എവിടെയാണ് കൂടുതൽ? ഇവിടെയാണ് കൂടുതൽ. 24,000 ആണ് കൂടുതൽ. അതന്നെ നമ്മളിവിടെ എഴുതി. ഇവിടേക്ക് ആ 24,000 എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ബാലൻസ് ചെയ്യപ്പോൾ എത്രയാണ്? ആ ഫുൾ എമൗണ്ട് ഇവിടേക്ക് ബാലൻസിങ് ഫിഗറായിട്ട് വന്നു അല്ലേ, 30. അടുത്ത ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ കുട്ടികൾ? ക്യാപിറ്റൽ എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഏത് സൈഡിൽ വന്നാലും ബാലൻസിങ്ങിന് വ്യത്യാസമില്ല. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. ഇവിടെ മാത്രമേ ടോട്ടലുള്ളൂ. അപ്പോൾ ടോട്ടലിലെ കൂടുതലുള്ള സൈഡ് ഇവിടെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? 64,000 ഇവിടെ എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇവിടെ ബാലൻസിങ് ഫിഗർ ഇവിടെ എഴുതി 64,000 അല്ലേ. അവിടെ എന്ത് എഴുതു? 30 ടു ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ക്ലോസിംഗ് ബാലൻസ് എന്നാണ് മെയ് 1. ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ പാനോ മാറ്റി എഴുതിയിട്ടുണ്ട്. 64,000 ഇത് ഓപ്പണിംഗ് ബാലൻസാണ് കേട്ടോ. അടുത്തത് വീണ്ടും എവിടേക്ക് വരുന്നു? മുത്തൂസ് അക്കൗണ്ട്. അപ്പോൾ അവിടെ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ മുത്തൂനെ 5,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ ക്യാഷ് കൊടുത്തെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് പോയായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികൾ, ഇവിടെ നമ്മൾ രണ്ട് ഡിഫറൻസ് എമൗണ്ട് ആയതുകൊണ്ട് രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. രണ്ടും കൂടി നോക്കിയപ്പോൾ നമുക്ക് ഇവിടെയാണ് കൂടുതലെന്ന് മനസ്സിലായി. ഇപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ 8,000 ആണ് കൂടുതൽ. അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ബാലൻസ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് കുറവ്. അപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നു. ക്ലോസിംഗ് ബാലൻസ് ആണ് 30 ബൈ ബാലൻസ് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് C/D. അത് അടുത്ത മാസം 1 മെയ് 1 ടു ബാലൻസ് എന്താണ്, ബ്രോഡ് ഡൗൺ. എത്രയാണ് വരിക? 5,000. അതിൻ്റെ അർത്ഥം മുത്തു 5,000 രൂപ തരാനുണ്ട്. മുത്തു 5,000 റുപ്പീസ് തരാനുണ്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞു. അടുത്തത് ഫർണിച്ചറാണ് അല്ലേ. ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡും ഈക്വലായിട്ട് വരച്ചു. ഇവിടെ കൂട്ടി എഴുതി. 10 12 10 22 എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇങ്ങോട്ട് എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇവിടെ 30 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് വരിക? 22,000. അസറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? മെയ് 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്രയാണ്? 22,000. അടുത്തത് രാജൻസ് അക്കൗണ്ടാണ്.
രാജൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. കൂടുതലുള്ള സൈഡിലത്തെ എമൗണ്ട് താഴത്തേക്ക് എടുത്തെഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇങ്ങോട്ട് എടുത്തെഴുതി, ഡബിൾ ലൈൻ ചെയ്തു. കമ്പയർ ചെയ്തു. അതായത് ഈ സൈഡിലെ കുറവുള്ള സൈഡിലെ എമൗണ്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 5000 റുപ്പീസാണ് ഷോർട്ടേജ്. അതവിടെ എഴുതി. ഏപ്രിൽ 30 ഡേറ്റ് എഴുതി. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴും ഏപ്രിൽ 30 ആണല്ലോ. അവിടെ ബാലൻസ് എത്രയാണ്? എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് ക്യാരി ഡൗൺ. അത് അടുത്ത ഇവിടുത്തെ ബാലൻസ് വ്യത്യാസം വന്നു കണ്ടു. മെയ് 1 എന്ത് വന്നു? ബൈ ബാലൻസ് എന്താണ്? ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് 5000 റുപ്പീസ്, 5000. അടുത്തത് സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട് ശ്രദ്ധിക്കുക കുട്ടികൾ. ഇവിടെ 10000 രൂപയാണ് സെയിൽസ്. ഇങ്ങോട്ട് എഴുതി, ഇവിടേക്ക് എഴുതി 10000 രൂപയാണ്. ബാലൻസ് 10000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ടോട്ടൽ ഈ വർഷം നടന്നിട്ടുള്ള സെയിൽസ് 10000 രൂപയാണ്. ഏപ്രിൽ 30 അവിടെ നമ്മൾ എഴുതുന്നത്, സെയിൽസിൻ്റെ അവിടെ എഴുതുന്നത്, ഇത് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് എവിടേക്ക് പോകണം? ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ക്ലോസിംഗ് ബാലൻസോ ഓപ്പണിംഗ് ബാലൻസോ ഇല്ല. സെയിൽസ് അക്കൗണ്ട് അങ്ങനെ തന്നെ നേരെ എവിടേക്ക് മാറ്റി? അത് കൃത്യമായിട്ട് എവിടേക്ക് മാറ്റി? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ജീവൻസ് അക്കൗണ്ടാണ്. ജീവൻസ് അക്കൗണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇത് മാറ്റിയത് സെയിൽസ് ഡയറക്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നൊരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. സാധാരണ എക്സ്പെൻസുകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ എവിടേക്ക് മാറ്റും? അത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അപ്പോൾ അതിന് ബാലൻസിങ് ഫിഗർ ഉണ്ടാവില്ല. ബാലൻസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ ജീവൻ്റെ അക്കൗണ്ട് നോക്കുക. 5000 രൂപയാണ് ജീവൻ. നമ്മൾ ജീവന് ക്രെഡിറ്റ് ആയിട്ട് വിറ്റത് 5000 രൂപയാണ്. അതിൽ 500 രൂപയുടെ ഗുഡ്സ് ജീവൻ റിട്ടേൺ ചെയ്തു അല്ലേ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 4500 രൂപയുണ്ട്. അതിൽ 4250 രൂപ ക്യാഷായിട്ട് തന്നു. 250 രൂപ ജീവന് ഡിസ്കൗണ്ടായിട്ട് അലോ ചെയ്തു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി. അതിനി ബാലൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ 5000 അത് ക്ലോസ് ചെയ്തു. അതിനെന്തില്ല? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. അടുത്ത് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഇതുപോലെ തന്നെ ഇവിടെ 16000, ഇവിടെയും 16000, ബാലൻസ് 14000. അത് 30 എവിടേക്ക് പോകുന്നു? ബൈ ട്രേഡിംഗ് അക്കൗണ്ട്. ഇതും ഡയറക്റ്റാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിനും ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിൻ്റെ കേസിലും എന്താണ്? ജീവൻ എന്നുള്ള പേരിലാണ് ഇതുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക? വേറൊന്നും എഴുതാതില്ലാത്ത കാരണമുണ്ട്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ടോട്ടൽ ചെയ്യുക. അങ്ങോട്ട് എടുത്ത് എഴുതുക. സെയിൽസ് റിട്ടേൺ ആണ്. ഇവിടെ 500 രൂപയാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. 30 ബൈ എന്താണ്? ഇതും ക്ലോസ് ചെയ്തിട്ട് എവിടേക്ക് മാറ്റണം? ബൈ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത മാനോൺസ് അക്കൗണ്ടാണ്. മാനോൺസ് അക്കൗണ്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. മാനോൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയത് 10000 രൂപയാണ്. അതിൽ 800 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 9200 രൂപയാണ് മാനോന് കൊടുക്കാനുള്ളത്. അതിന് നമ്മൾ 9000 രൂപ കൊടുത്തു. 200 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി. ഇനിയൊന്നും എഴുതേണ്ട കാര്യമില്ല. അതിൽ 10000. അപ്പോൾ ഇതാണ് ബാലൻസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറച്ച് അക്കൗണ്ടുകൾ മാത്രമേ വരയ്ക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ബാലൻസിങ് നടത്തുക എന്ന് ഈ ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. ഏതൊക്കെ അക്കൗണ്ടുകൾക്കാണ് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സെൽഫ് ബാലൻസിങ് അല്ലെങ്കിൽ സെൽഫ് ക്ലോസിംഗ് ആയിട്ട് പോകുന്നതുകൊണ്ട് മാനോൻ്റെ അക്കൗണ്ടൊക്കെ സ്വയം ക്ലോസ് ചെയ്ത് പോയി, ജീവൻ്റെ അക്കൗണ്ട് സ്വയം ക്ലോസ് ചെയ്ത് പോയി. അങ്ങനെയുള്ള ക്ലോസ് ചെയ്ത് പോകുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. പിന്നെ മുത്തുവിന് നമുക്ക് ഇപ്പോഴും നമുക്ക് 5000 രൂപ തരാനുണ്ട്. മുത്തു ഇപ്പോഴും ഡെപ്റ്ററാണ്. അടുത്ത മാസത്തേക്ക് മുത്തു ഡെപ്റ്ററാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് മുത്തുവിന് എന്ത് ചെയ്യണം? അടുത്ത മാസത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് വന്നു.
അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ് പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസോ ഇൻകംസോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് അല്ലേ. ഇനി കേരേജ് പോലെയുള്ള എക്സ്പെൻസ്, നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് സെയിൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നോക്കി കുട്ടികൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കണം. ഏതെങ്കിലും ഇപ്പോൾ തിക്കായിട്ട് എഴുതിയ കാരണം കൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാത്ത പോയിൻ്റ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുക കേട്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ വരയ്ക്കാത്ത കുറച്ച് അക്കൗണ്ടുകളുണ്ട്, അതുകൂടി വരച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ബാക്കിയുള്ള അക്കൗണ്ടുകൾ വരച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ വരയ്ക്കാൻ സ്ഥലമില്ലാതെ മാറ്റി വെച്ചിട്ടുള്ള അക്കൗണ്ടുകളാണ് വരച്ചിട്ടുള്ളത്. കാരേജ് അക്കൗണ്ട് ഉണ്ട്, റാവൂസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, സാലറീസ് അക്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാ അക്കൗണ്ടും കംപ്ലീറ്റ് ആയി ഇതോട് കൂടിയിട്ട് ഉണ്ടോ. ഇനി നമുക്ക് ഇത് വരുന്ന ജേർണൽ എൻട്രീസ് ഏതാണെന്ന് നോക്കാം. ആദ്യം കാരേജ് വരുന്ന ജേർണൽ എൻട്രി 20-ാം തീയതിയിലത്തെ ജേർണൽ എൻട്രിയിലാണ് കാരേജ് വരുന്നത്. അത് ഞാൻ വായിക്കാം. കാരേജ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ക്യാഷ് അക്കൗണ്ട് 500. അപ്പോൾ കാരേജ് അക്കൗണ്ടാണ് ആദ്യത്തെ ഐറ്റം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. ഡേറ്റ് 20th ആണ്, ഡേറ്റ് 20th ഡേറ്റ് ഇടുന്നു. ഏപ്രിൽ 20-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടു. നരേഷ് എഴുതി, നരേഷനല്ല, എന്താണ് കാരേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ടു ക്യാഷ് എമൗണ്ട് 500 രൂപയാണ്. അടുത്തത് ക്യാഷ് അക്കൗണ്ടിൽ ബൈ കാരേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ എഴുതാൻ വിട്ടുപോയതാണ്. അത് രണ്ടാമത് എഴുതിയിട്ടാണ് ബാലൻസ് ചെയ്ത്. അങ്ങനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡബിൾ പോസ്റ്റിങ് കഴിഞ്ഞു. നേരത്തെ ക്യാഷ് അക്കൗണ്ടിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരേജ് അക്കൗണ്ടിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യാത്തത്, അതവിടെ കഴിച്ചു. അടുത്ത ഇത് റാവു അക്കൗണ്ടാണ്. അപ്പോൾ റാവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണ് എഴുതാൻ വിട്ടിട്ടുള്ളത് നോക്കാം നമുക്ക്. 22-ാം തീയതിയിലത്തെയാണ്. അവിടെ ഏതാണ്, പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു റാവു ആണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എടുത്ത് അവിടെ ടു റാവു എന്ന് നേരത്തെ നമ്മൾ എഴുതി. ഇനി റാവൂസ് അക്കൗണ്ടിൽ എന്ത് വേണം, ബൈ പർച്ചേസ്. 22-ാം തീയതിയാണ്. അവിടെ നമ്മൾ ബൈ പർച്ചേസ് അല്ല, ഫർണിച്ചറാണ് അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് ഇട്ടിട്ട് അപ്പോൾ ബൈ ഫർണിച്ചർ എമൗണ്ട് 12,000 12,000. അടുത്തത് രണ്ടും കഴിഞ്ഞ 23-ാം തീയതിയിലത്തെയാണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ മാനോൺസ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ മാനോൺസ് അക്കൗണ്ടിൽ എന്താണ്, മാനോൺസ് അക്കൗണ്ടിൽ ടു പർച്ചേസ് റിട്ടേൺ നമ്മൾ എഴുതിയിട്ടുണ്ട് നേരത്തെ. ഇനി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ബൈ മാനോൺ 23-ാം തീയതി ബൈ മാനോൺ എമൗണ്ട് ഉള്ളത് 800 ആണ്, 800. ഇവിടെ 12,000 ആണ് എഴുതി, ചിലപ്പോൾ കാണാനുണ്ടാവില്ല ഷെയ്ഡ് കാരണം കൊണ്ട്. 12,000 ആണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് കേട്ടോ. അടുത്തത് 800. നമ്മൾ എന്താണ്, പർച്ചേസ് റിട്ടേണിൽ മാനോൺസ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേണിൽ ബൈ മാനോൺ. അടുത്ത 23-ാം തീയതി അടുത്താണ് ഈ കേസ് കഴിഞ്ഞത്. അത് അടുത്തത് 25-ാം തീയതി ഡ്രോയിങ്സ് വരുന്നൊരു ജേർണൽ എൻട്രി ഉണ്ട്. നേരത്തെ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ജേർണൽ എൻട്രി ഇതാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ ആദ്യം ഡ്രോയിങ്സ് അക്കൗണ്ടിൽ എന്ത് വേണം, ടു ക്യാഷ് ടു പർച്ചേസ്. ഡേറ്റ് എന്ന് പറയുന്നത് 25-ാം തീയതിയാണ്. 25th നമ്മളിവിടെ എഴുതി, 25-ാം തീയതി. അവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് 2 സൈഡിലാണ് കേട്ടോ, 2 സൈഡിലാണ് വരിക. 25-ാം തീയതി ടു എന്താണ്, ക്യാഷ് 4,000 ടു പർച്ചേസ് 2,000. ഈ ക്യാഷ് അക്കൗണ്ടിലും പർച്ചേസ് അക്കൗണ്ടിലും നേരത്തെ നമ്മൾ എന്തെഴുതിയിട്ടുണ്ട്, ബൈ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് അതവിടെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി 26-ാം തീയതി ക്യാഷ് അക്കൗണ്ട് അറ്റർ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് അറ്റർ ടു ജീവൻ. ഇതിൽ ക്യാഷ് അക്കൗണ്ടിലും ജീവൻ അക്കൗണ്ടിലും പോസ്റ്റിംഗ് നടത്തി.
പക്ഷേ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡിൽ ഒരു ആസ്പെക്റ്റ് മാത്രമേ വരുള്ളൂ. ഡിസ്കൗണ്ട് അലൗഡിൽ 2G1 മാത്രമേ വരുള്ളൂ കേട്ടോ. ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി നമ്മൾ ജീവന് അലൗ ചെയ്താണ് ഡിസ്കൗണ്ട് ടു ജീവൻ. എമൗണ്ട് ഡിസ്കൗണ്ടിൻ്റെ നേരെയുള്ള എമൗണ്ട് മാത്രമേ എടുത്ത് എഴുതാൻ പാടുള്ളൂ. ജീവൻ്റെ നേരെയുള്ള എമൗണ്ട് എടുത്ത് എഴുതരുത്. പല കുട്ടികളും അങ്ങനെ തെറ്റിക്കാറുണ്ട്. ഡിസ്കൗണ്ട് അലൗഡിൻ്റെ നേരെയുള്ള എമൗണ്ട് 250 മാത്രമേ എടുത്ത് എഴുതാൻ പാടുള്ളൂ. അത് കഴിഞ്ഞു. അടുത്ത ജേർണൽ എൻട്രി മാനോൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇതിൽ മാനോൻ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഡിസ്കൗണ്ട് റിസീവ്ഡ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ബൈ മാനോൻ എന്ന് പറഞ്ഞ് 29-ാം തീയതിയാണ്. ബൈ മാനോൻ എന്ന് പറഞ്ഞ് ആ എമൗണ്ട് എഴുതണം. ₹200 നേരത്തെ പോസ്റ്റ് ചെയ്യാത്തതാണ്, ശ്രദ്ധിക്കുക. അടുത്ത സാലറീസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ എഴുതി, പക്ഷേ സാലറീസ് അക്കൗണ്ടിൽ എഴുതിയില്ല. സാലറീസ് അക്കൗണ്ടിൽ ടു ക്യാഷാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ 30-ാം തീയതി ഡേറ്റ് ഇട്ടു. ടു ക്യാഷ് എമൗണ്ട് 3000. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ ക്ലോസ് ചെയ്യണം. ഈ അക്കൗണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് സാലറി അക്കൗണ്ട് തന്നെ എടുക്കാം. കാരേജ് അക്കൗണ്ട് അവിടെ നിൽക്കട്ടെ. അതായത് കാരേജ് അക്കൗണ്ട് എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ഏത് അക്കൗണ്ട് എടുത്താലും പ്രശ്നമില്ല. കാരേജ് അക്കൗണ്ട് എടുക്കാം. കാരേജ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, അതിൽ മാറ്റമില്ല. എന്നിട്ട് എമൗണ്ട് ടോട്ടൽ എടുത്ത് എഴുതുക 500 അതിലൊന്നും മാറ്റില്ല, ഒരേപോലെ തന്നെ ഡബിൾ ലൈൻ ചെയ്യുക. ഇവിടെയാണ് കൂടുതൽ, അപ്പോൾ ഇവിടെ എഴുതി അത് ആ എമൗണ്ട് തന്നെ ഇങ്ങോട്ട് എഴുതി. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ 30-ാം തീയതി ഏപ്രിൽ 30-ാം തീയതിയാണ് ബാലൻസ് ചെയ്യുക. അവിടെ ബൈ ബാലൻസ് എന്നല്ല എഴുതുക. ഇവിടെ എന്ത് ചെയ്യണം? കേരേജ് എന്ന് പറയുന്നത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പെൻസിനെയാണ് കേരേജ് എന്ന് പറയുന്നത്. അത് ഉന്തുവണ്ടിയായിട്ടോ അല്ലെങ്കിൽ ചുമട്ടുകൂലിയൊക്കെ ആയിട്ട് വരുന്ന എക്സ്പെൻസാണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്, ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പർച്ചേസ്. ദ എക്സ്പെൻസസ് റിലേറ്റഡ് വിത്ത് പർച്ചേസസ് ഓർ പ്രൊഡക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ കേരേജ് ഈസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. കേരേജ് രണ്ട് തരത്തിലുണ്ട്. കേരേജ് ഇൻവേർഡ്സ് മാത്രമാണ് ഡയറക്റ്റ് ആവുള്ളൂ. കേരേജ് ഔട്ട്വേർഡ്സ് ഉണ്ട്. ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് സെയിൽ നടത്തിയിട്ടുള്ള ഗുഡ്സ് പുറത്തേക്ക് പോകുന്ന, മനസ്സിലായാലോ? അത് നമുക്ക് എവിടെയാണ്? അത് ക്ലോസ് ചെയ്യുമ്പോൾ P&L അക്കൗണ്ടിലേക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ഇത് കേരേജ് ഇൻവേർഡ്സ് ആണ്. ഇൻവേർഡ്സ് ആണെന്ന് മനസ്സിലായത് കേരേജ് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നിട്ടുള്ള എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ഇത് ഇൻവേർഡ്സ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് എവിടേക്ക് മാറ്റണം? ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യില്ല? ഇവിടെയും ബാലൻസ് ക്യാരി ഡൗൺ ഇല്ല, ഓപ്പണിംഗ് ബാലൻസ് എടുത്തിടേണ്ട ആവശ്യമില്ല. അത് നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി. അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് റാവുവിൻ്റെ അക്കൗണ്ടാണ്. റാവുവിൻ്റെ അക്കൗണ്ട് ഈക്വലൻ്റ് ആയിട്ട് വരച്ചു. 12,000 രൂപയാണ്. അതന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇവിടെ ബാലൻസിങ് ഫിഗർ എഴുതി. 30-ാം തീയതി എന്താണ്? ടു ബാലൻസ് എന്താണ്? ക്യാരിഡ് ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ? മെയ് 1-ാം തീയതി ബൈ ബാലൻസ് എന്താണ്? ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആണ് അടുത്ത മാസത്തേക്ക്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ റാവുവിന് 12,000 രൂപ കൊടുക്കാറുണ്ട്. ഫർണിച്ചർ വാങ്ങിയതിൻ്റെ 12,000 റുപ്പീസ് കൊടുക്കാറുണ്ട്. ഇനി പർച്ചേസ് റിട്ടേൺ. രണ്ട് സൈഡും എമൗണ്ട് എടുത്ത് എഴുതി, ബാലൻസ് ചെയ്തു. ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നു. ഇവിടെ ഏപ്രിൽ 30-ാം തീയതിയാണ്. ടു എവിടേക്കാണ് എഴുതേണ്ടത്? എക്സ്പെൻസ് റിലേറ്റഡ് വിത്ത് ആണ്, ഐറ്റം റിലേറ്റഡ് വിത്ത് പർച്ചേസ് ആണ്. ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. അടുത്തത് ഡിസ്കൗണ്ട് അലൗഡാണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസിങ്ങിൽ മാറ്റില്ല. 250 രൂപയാണ്. അതിങ്ങോട്ട് എടുത്ത് എഴുതി, ബാലൻസ് ചെയ്തു. ഇവിടെ 250 രൂപ വന്നു. 30-ാം തീയതിയാണ്. അവിടെ ഡിസ്കൗണ്ട് അലൗഡാണ്, നമ്മൾ അലൗ ചെയ്താണ്. നമുക്കൊരു എക്സ്പെൻസ് വന്നതാണ്. ആ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ അത് എവിടേക്ക് മാറ്റണം? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. ഇനി സാലറീസ് അക്കൗണ്ട്. സാലറീസ് ഇതുപോലെ തന്നെ എക്സ്പെൻസ് ആണ്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. ഇവിടെ 3,000, ഇവിടെ 3,000 ഡബിൾ ലൈൻ ചെയ്തു.
30-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ബാലൻസ് ചെയ്യാൻ പക്ഷേ എവിടേക്കാണ് മാറ്റുന്നത്? ബൈ എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എക്സ്പെൻസുകളൊക്കെ P&L അക്കൗണ്ടിലേക്ക്. ഇനി അത് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എവിടേക്കാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ P&L. അപ്പോൾ കുട്ടികൾക്ക് സംശയം തോന്നും, എങ്ങനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസും തിരിച്ചറിയുക? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണ്? ഐറ്റംസ് റിലേറ്റഡ് വിത്ത് പർച്ചേസസ് ഓർ പ്രൊഡക്ഷൻ ആർ ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് പ്രൊഡക്ഷനുമായിട്ടും പർച്ചേസുമായിട്ടും ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ എന്തായിട്ട് പറയാം? ഓഫീസായിട്ടോ അഡ്മിനിസ്ട്രേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അതും ഇതുപോലെ തന്നെ എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. 200 രൂപ ഇവിടെ കൂടുതലുള്ള സൈഡ് കൂട്ടി അതന്നെ അപ്പുറത്തേക്ക് എഴുതി. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 30-ാം തീയതിയാണ്. ടു എന്താണ്? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് കിട്ടിയതാണ് ഇങ്കാണ്. ഇങ്കാണെങ്കിലും അത് എവിടേക്ക് തന്നെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഡ്രോയിങ്സ് എന്താണ്? ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 6000 റുപ്പീസാണ്. ഞാനതിൽ തെറ്റി 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എഴുതി. അവിടെ 30-ാം തീയതി നമ്മൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 6000. അത് മെയ് 1-ാം തീയതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 6000. ഇപ്പോൾ നമ്മളെല്ലാ അക്കൗണ്ട് വരച്ചു, ബാലൻസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ചു, പോസ്റ്റ് ചെയ്യാൻ പഠിച്ചു, ബാലൻസ് ചെയ്യാൻ പഠിച്ചു, ബാലൻസുകൾ എങ്ങനെയൊക്കെയാണ് എഴുതാമെന്ന് പഠിച്ചു, ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുക കേട്ടോ. താങ്ക് യു.